എന്റെ സമയം പിശാചേ നിന്റെ കയ്യിലല്ല. വെരി സോറി മന്ത്രവാദി, വെരി സോറി. കുടുകുടു കുക്കുടു പാത്രക്കാരാ, വെരി സോറി. വെരി സോറി, വെരി സോറി. എന്റെ കാലഗതികൾ, എന്റെ സമയം ഭൂമിയെ നാസ്തികത്വത്തിന്മേൽ തൂക്കിയ നക്ഷത്ര ജാലങ്ങളെ പേർകളി വിളിച്ച ഈ ഭൂമിയിലെ പൊടിയെ നാടികൊണ്ടളന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള മാറത്ത് പൊൻകച്ച കെട്ടിയ വെള്ളോട്ട് സദൃശ്യമായ എന്റെ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു. ഇന്ന് യോഗം കഴിയുമ്പോ വാട്സാപ്പിനകത്ത്, ഇന്ന് യോഗം കഴിയുമ്പോ വാട്സാപ്പിനകത്ത് സ്റ്റാറ്റസിൽ എഴുതി വെക്കണം, ടൈമിംഗ് ഈസ് എവരിതിങ്. Psalms 31:15, സങ്കീർത്തനം 31:15. My times are in the hand of my Lord. എന്റെ സമയം ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു. അത് കാണുമ്പോൾ ചിലർ വായിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. അത് വായിക്കുമ്പോൾ അത് എഴുതി വെക്കോ. ഞാൻ ലൈവ് കാണുന്നില്ല, പക്ഷെ ലൈവിൽ ചിലരത് ടൈപ്പ് ചെയ്യുന്നു. My time, my time, my time, my time. എന്റെ സമയം ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു. സഭയുടെ സമയം യേശുവിനെ ക്രൂശിക്കുമ്പോൾ, ആണിയടിക്കുമ്പോൾ, കല്ലറയിൽ അടക്കുമ്പോൾ, ഇതെല്ലാം ചെയ്യാൻ അവന്മാർക്കൊരു ടൈം ഉണ്ടായിരുന്നു. ജോസഫിനെ കാരാഗൃഹത്തിൽ അടയ്ക്കാൻ അടച്ചവനൊരു ടൈം ഉണ്ടായിരുന്നു. അവനെ പൊട്ടക്കിണറ്റിൽ എറിയാൻ വളരെ സന്തോഷമായിരുന്നു ബ്രദറിന്. ഓ സിസ്റ്ററിന് വളരെ സന്തോഷമായിരുന്നു. പൊട്ടക്കിണറ്റിൽ വീണല്ലോ, ഇനി പാസ്റ്റർ പൊങ്ങത്തില്ലല്ലോ, അവൻ കഴിഞ്ഞല്ലോ. എന്നാ നീ വിചാരിച്ചോ അവന്റെ സമയം നിന്റെ കയ്യിലാണ്? My time are in your hand. എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റത് പറയോ, രാത്രി പറയോ, പറയോ. ഇത് കേൾക്കുന്നത് പിശാചിന് ഭയങ്കര അസ്വസ്ഥതയാണ്. ഞാൻ ചലിക്കുന്നത്, ഞാൻ സഞ്ചരിക്കുന്നത്, ഞാൻ ഇന്ന് എന്നെ കാണുന്ന ചില ദൈവദാസന്മാരോട്, നീ ഒരു പ്രത്യേക ടൈമിലൂടെ പോകുകയാണ്, നീ ഒരു വല്ലാത്ത സമയത്തിലൂടെ പോകുകയാണ്. പക്ഷെ ദൈവദാസനെ ഈ ടൈം കൊണ്ട് തീരത്തില്ലെന്ന് ആത്മാവ് നിന്നെ അറിയിക്കുകയാണ്. എന്റെ പിള്ളേരുടെ സമയം, എന്റെ മിനിസ്ട്രിയുടെ സമയം, എന്റെ കുടുംബത്തിന്റെ സമയം, എന്റെ ജീവിതത്തിന്റെ സമയം നിന്റെ കയ്യിലിരിക്കുന്നു. ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണം. ഒരു കാര്യം എനിക്കറിയാം, നിന്റെ സമയം വരുമ്പം, പത്രോസേ, നിന്റെ സമയം വരുമ്പം നീ ഉറങ്ങുമായിരിക്കും. കാരാഗൃഹത്തിൽ നീ ഉറങ്ങുമായിരിക്കും, ജയിലിനകത്ത് ചെങ്ങലയാൽ നീ ഉറങ്ങുമായിരിക്കും. പക്ഷെ നിന്റെ സമയം വരുമ്പം ഈ കാരാഗ്രഹവാതിൽ തന്നെ തുറക്കും. സഭാപ്രസംഗിയുടെ പുസ്തകം വായിച്ച വാക്യം 33-ാം അധ്യായം 2-2 വാക്യങ്ങളിലേക്ക് പെട്ടെന്ന് പോയേ.
Carbos. For everything there is a season and a time to purpose under the heaven. Go to ജനിക്കാൻ ഒരു കാലം. നിങ്ങളെന്നെ നോക്കുന്നുണ്ടോ മക്കളെ? ഞാൻ ഇച്ചിരി എക്സൈറ്റഡാ. Come on, man of God. Come on, man of God. Preach it. ഈ മലയാളത്തിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് കാലം, ജനിക്കാൻ ഒരു കാലം. അപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് വർഷങ്ങൾ, മരിക്കാൻ ഒരു കാലം. നോ നോ നോ. And time to born, and time to be born, and time to be die, and time to plant, and time to pluck that which is planted. Word 3. Time. Time to kill, and time to heal, time to break down, and time to build up. Hey. Time. Time. Receive it. Time. Amen. A time to weep, Yes. and time to laugh. Time to weep, time to laugh. കരയാൻ ഒരു കാലം ഉണ്ടെങ്കിൽ നിന്നെ ചിരിപ്പിച്ചിരിക്കും. നിനക്ക് കരയാൻ ഒരു ടൈം ഉണ്ടെങ്കിൽ നിന്നെ ചിരിപ്പിച്ചിരിക്കും. തുറന്ന് പറഞ്ഞ കരഞ്ഞവൻ ചിരിക്കും, വിലപിച്ചവൻ നൃത്തം ചെയ്യും. ഒന്ന് രണ്ട് പേരോട് തങ്ങ് പറഞ്ഞു, 2-3 പേരോട് ഇറങ്ങി നടന്ന് പറഞ്ഞു. കരഞ്ഞവൻ ചിരിക്കും, വിലപിച്ചവൻ നൃത്തം ചെയ്തിരിക്കും. കരഞ്ഞവൻ ചിരിക്കും, വിലപിച്ചവൻ നൃത്തം ചെയ്തിരിക്കും. Your time has come. Your time has come. Yes, receive it. O Rabaya Bokorobo. Shabatalamana. Okay. ഒരു 5 മിനിറ്റ് കൂടെ തരൂ എനിക്ക്. Come on. 5 more minutes. മക്കളെ ഒരു 5 മിനിറ്റ് കൂടെ. ഈ 5 മിനിറ്റ് പിന്നെ കിട്ടത്തില്ല. Please be seated. A time to weep and time to laugh. A time to mourn and a time to dance. എന്തോ ഇവന് വലിയ ചാട്ടം, എന്തോ ഇവക്ക് വലിയ നൃത്തം. പിശാച് എന്റെ കാലും കൈയും കെട്ടിയിട്ട് എന്നെ ഒതുക്കാൻ നോക്കിയതാ. അവൻ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കിയാൽ ഞാൻ അവന് സ്തോത്രം ചെയ്യും. ആരാണ്ട് പറയുന്നത് കേട്ടു, യേശു അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പഴയ നിയമത്തിലാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത്. പുതിയ നിയമം പ്രസംഗിക്കും പാസ്റ്റർ. യേശു പറഞ്ഞതല്ലേ പുതിയ നിയമം. പഴയ നിയമത്തിലെ വാക്യങ്ങളാണല്ലോ മുഴുവൻ വായിച്ചത്. ഞാൻ ബൈബിൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ബഹുമാനനായ വ്യക്തിക്ക് വേണ്ടി മാത്രം യോഹന്നാൻ 7:6 യേശു പറഞ്ഞത് വായിക്കാൻ പോവാണ്.
യോഹന്നാൻ 7:6 യേശു പറഞ്ഞത് വായിക്കാൻ പോകും. യേശു അവരോട്, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. Hallelujah. Hallelujah. ആ സമയം വരുമ്പം നിനക്കൊന്നും ചെയ്യാനും പറ്റില്ല. Amen. 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 ഞാൻ ഇതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അത് തെളിയിക്കുന്ന ഒരു സംഭവം. യേശു 40 ദിവസം ഫാസ്റ്റിംഗ് എടുക്കുക. ആർ യു റെഡി? ഇനി ഈ പറയുന്ന കാര്യം ഇമ്പോർട്ടന്റ്. യേശു 40 ദിവസം ഫാസ്റ്റിംഗ് എടുക്കുക. ആ ദിവസങ്ങളിലെല്ലാം സാത്താൻ പുറകെ നടന്ന് പരീക്ഷിക്കുക. എന്നാൽ സകല പരീക്ഷകളെയും വചനത്തിലൂടെ യേശു ജയിച്ചു. യോഹന്നാൻ 4:13 എഴുതിയിട്ടുണ്ട്. The Gospel of Luke chapter 4 verse 13. Not John. Luke chapter 4 verse 13. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക്, look at that word, he departed, demon is departed from him for a season. Listen. ഒരു പ്രത്യേക ടൈമിൽ പിശാചിനൊന്നും ചെയ്യാൻ പറ്റാതെ കുറെ സമയത്തേക്ക്, കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. ആ സമയത്ത് എന്ത് സംഭവിച്ചു? 14 വാക്യം. ആ സമയത്ത് യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിൽ മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. ആ ടൈമിൽ പച്ചവെള്ളം വീഞ്ഞായി. ആ ടൈമിൽ അന്ധന്റെ കണ്ണ് തുറന്നു. ആ ടൈമിൽ ചെകിടന്റെ ചെവി കേട്ടു. ആ ടൈമിൽ മരിച്ചവർ ഉയർത്തു. ആ ടൈമിൽ കുഷ്ഠരോഗികൾ ശുദ്ധമായി. ആ ടൈമിൽ അവൻ കടലിന്റെ മേളിൽ നടന്നു. ആ ടൈമിൽ അവൻ കൂലരെ നിവർത്തി. ടൈമിംഗ് ഈസ് എവരിതിങ്. ഹല്ലേലൂയ. എഴുന്നേറ്റോ, കൈ ഉയർത്തി പിടിച്ചോ. ടൈമിംഗ് ഈസ് എവരിതിങ്. വിശ്വസിക്കോ അച്ഛാ? ഇന്നത്തെ മെസ്സേജ് തമാശയൊന്നും ഇല്ലായിരുന്നു. ബൈബിൾ ഒരു കോമഡി പുസ്തകമല്ല. കൈ ഉയർത്തി പിടിച്ചാട്ടെ, വാ തുറന്ന് പറഞ്ഞാട്ടെ. എന്റെ സമയം, എന്റെ കാലഗതികൾ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു. ആ സമയം അതൊരു അക്സെപ്റ്റഡ് ടൈമാണ്. അതൊരു അപ്പോയിന്റഡ് ടൈമാണ്. ഞാനാകുന്ന ഗോതമ്പ് മണിക്ക് ഒന്നും സ്വന്തമായി ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ എന്റെ യജമാനൻ എനിക്കായി ഒരു സമയം വെച്ചിരിക്കുന്നു. ആ സമയത്ത് ഞാനാകുന്ന ഗോതമ്പ് മണി അവൻ നിലത്തിടും. ഞാൻ അവന്റെ സന്നിധിയിൽ ഒന്നുമില്ലാതെയായി അവനിൽ ഏൽപ്പിക്കപ്പെടും. ഞാനാകുന്ന ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകും. അതിനാൽ എന്റെ സമയത്ത്, എന്റെ സീസണിൽ ഞാൻ വളരെ ഫലം കായ്ക്കും. വളരെ ഫലം കായ്ക്കും. വളരെ ഫലം കായ്ക്കും. ക്രൂശിൽ കയറാൻ, അടി കൊള്ളാൻ,